നമസ്കാരം, ഞാൻ മനാഫ്. ഇന്ന് നമ്മളുള്ളത് മലേഷ്യയിലെ ഒരു ഹൈവേയിലാണ് ഉള്ളത്. കൊലലംപൂരിൽ നിന്ന് സിംഗപ്പൂരിൻ്റെ ബോർഡറായ ജോഹറിലേക്കുള്ള ഒരു ദീർഘയാത്രയിലാണ് ഞാൻ. ഈ യാത്രയിൽ നമ്മളെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മളെ യാത്ര ജോഹർ എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിലേക്കാണ്. ഓരോ വാഹനങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്ന അകലം, അതുപോലെ തന്നെ അടുത്ത ട്രാക്കിലേക്ക് ഒരു വാഹനം കടക്കുന്ന രീതി, ഇതൊക്കെ ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏകദേശം 100 കിലോമീറ്റർ സ്പീഡിലാണ് എല്ലാ വാഹനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു പ്രശ്നം മറ്റുള്ള വാഹനങ്ങൾക്ക് ഇല്ലാത്ത രൂപത്തിലാണ് എല്ലാ വാഹനങ്ങളും ഡ്രൈവ് ചെയ്യുന്നത്. ഹൈവേയുടെ കാര്യക്ഷമത അത്രയും ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. ഓരോ വാഹനങ്ങളും അതാത് ട്രാക്കിൽ കൃത്യം അകലം പാലിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പം ഒരു റെസ്റ്റ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഒരു ഹൈവേയിൽ അത്യന്താപേക്ഷിതമായ കാര്യമാണ് റെസ്റ്റ് ഏരിയ. ഹൈവേയിൽ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ക്ഷീണം വരികയാണെങ്കിലും എന്ത് പ്രയാസം തോന്നുകയാണെങ്കിലും ഓരോരോ നിശ്ചിത ദൂരത്ത് വെച്ച് മലേഷ്യയിൽ റെസ്റ്റ് ഏരിയകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു റെസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ചെറിയ വാഹനങ്ങളും മറ്റൊരു ഭാഗത്ത് വലിയ വലിയ ട്രക്കുകളും കൃത്യമായി നിർത്തിയിടുക. നിങ്ങളുടെ ക്ഷീണം മാറുന്നതുവരെ ഈ റെസ്റ്റ് ഏരിയയിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യമുണ്ട്, കുളിക്കാനുള്ള സൗകര്യമുണ്ട്, പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഫ്രീ ആണ്. ഒന്നിനും വേറൊരു പണം നൽകേണ്ടതില്ല. ലോറികളെല്ലാം പാർക്ക് ചെയ്ത് അതിലെ ഡ്രൈവർമാർ സുഖമായി ഉറങ്ങാനും അവരുടെ ക്ഷീണം മാറ്റാനും അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് യാത്ര തുടരാനും യഥേഷ്ടം സൗകര്യമുള്ള ഓരോരോ പാർക്കിംഗ് ഏരിയകളാണ്. ഈ പാർക്കിംഗ് ഏരിയയിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള സൗകര്യങ്ങളും ഗവൺമെൻറ് തരപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാഷ്റൂമിലേക്കാണ്. വാഷ്റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് പണം ആ ബോക്സിലിട്ടാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പാനീയങ്ങൾ അവിടുന്ന് കിട്ടും. ഇതാണ് വാഷ്റൂം. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ വിശദമായി കാണിച്ചു തരാം. സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർക്ക് വേറെ, അമ്മമാർക്ക് മുലയൂട്ടാനും കുട്ടികളുടെ ഡൈപ്പർ മാറ്റാനും സൗകര്യം, പ്രായമായവർക്ക് കുറച്ച് നേരം ഇരിക്കാനും എല്ലാ സൗകര്യങ്ങളും അതിമനോഹരമായ ഒരു എല്ലാ സ്ഥലത്തും ഒരു അപകടവും ഇല്ലാത്ത രീതിയിലുള്ള ഭൂപ്രദേശത്താണ് സാധാരണയായിട്ട് ഇത്തരം റെസ്റ്റ് ഏരിയകൾ നിർമ്മിക്കാറുള്ളത്. ഈ റെസ്റ്റ് ഏരിയയിൽ പലതരത്തിലുള്ള കച്ചവടവും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും റെസ്റ്റ് ഏരിയയിൽ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നമ്മളെ വാഷ്റൂം. ദീർഘദൂര യാത്രയിൽ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാനും എല്ലാ സൗകര്യങ്ങളും
കുളിക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാ നേരവും ഇത് വൃത്തിയാക്കാനുള്ള സ്റ്റാഫും ഹൈവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് നമുക്ക് ഭക്ഷണം വിവിധ തരത്തിലുള്ള പല നാടുകളിലും അവരുടെ ഭക്ഷണ രീതികൾ ഇവിടെ വെച്ച് കാണാം. പലതരത്തിലുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും നിങ്ങൾക്കിവിടെ വാങ്ങാൻ കഴിയുന്നതാണ്. ഇതിലൂടെ ആ നാട്ടിലുള്ള ആളുകൾക്കൊരു ബിസിനസ്സായി, അതുപോലെ തന്നെ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ രുചിക്കാനും ഒരവസരം യാത്രക്കാർക്ക് കിട്ടുകയാണ്. പലതരത്തിലുള്ള നൂഡിൽസ്, മറ്റ് ബർഗർ, അങ്ങനെയുള്ള എല്ലാ ഭക്ഷണങ്ങളും ഇവിടെ കിട്ടും. നമ്മളെ നാട്ടിലുള്ള മോമോസിന് അവിടെ പറയുക പാവ്. മലേഷ്യയിൽ പലതരത്തിലുള്ള പാവാണ്. ഇതിൻ്റെ ഉള്ളിൽ ചിക്കന്, ഫിഷ്, വെജ് പലതുണ്ടാവും. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ വേണ്ടുവോളം വാങ്ങി കഴിക്കുക. എത്ര നേരം വേണമെങ്കിലും ഉറങ്ങാം. എല്ലാത്തിനുള്ള സൗകര്യവും ഈ റെസ്റ്റ് ഏരിയയിലുണ്ടാവും. ഈ ആളെ പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല പഴുത്ത മാങ്ങ വാങ്ങിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ചെറിയ പൈസ ഉള്ളൂ. നല്ല എല്ലാവരും ഭക്ഷണം വേണ്ടുവോളം ആസ്വദിക്കുന്നുണ്ട് കുട്ടികൾ. കൂടെയുള്ള സാധനത്തിനെ പറ്റിയിട്ട് പിന്നീട് പറയാം. സമയം കുറച്ചായി, നമുക്ക് പോകാനുള്ള സമയമായി. നാട്ടിൽ 100 രൂപയേ ഉള്ളൂ ആ കാണുന്ന ഒരു ഫുൾ മാങ്ങ. കൈ കഴുകുകയാണ്. ഈ കൈ കഴുകുന്ന സ്ഥലത്തിനെ പറ്റിയിട്ടും കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നമ്മൾ യാത്ര തുടരാൻ പോവുകയാണ്. എല്ലാവരും വാഹനത്തിലേക്ക് കയറുകയാണ്, മക്കളൊക്കെ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വോയിസ് കൊടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. വല്ല തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്നാലും ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെ ആയിരിക്കണം ഒരു ഹൈവേയിലെ റെസ്റ്റ് ഏരിയ. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നതാണ്. ആണുങ്ങളായ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ കുട്ടികൾക്കും സ്ത്രീകൾക്കും അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ സുരക്ഷിതമായ ഒരു സ്ഥലം തന്നെ ആവശ്യമാണ്. അതുപോലെ ചെറിയ വാഹനത്തിലെ ഡ്രൈവർമാർക്കായാലും വലിയ വാഹനത്തിലെ ഡ്രൈവർമാർക്കായാലും ദീർഘദൂര യാത്രയിൽ റെസ്റ്റ് അനിവാര്യമാണ്. ഇത്തരത്തിൽ റെസ്റ്റ് എടുത്ത് പോകുന്നതോട് കൂടിയിട്ട് ഒരു ഊർജം അടുത്ത സ്ഥലത്തെത്തുന്നവരെ നിലനിർത്താൻ പറ്റും. അല്ലാതെ ഉറക്ക് തൂങ്ങിക്കൊണ്ട് നിർബന്ധിതമായിട്ട് ഡ്രൈവ് ചെയ്യുന്നതിലൂടെ സ്വന്തം ആളുകളുടെ ജീവനും നഷ്ടപ്പെടും, മറ്റുള്ളവരുടെ ജീവനും അപകടത്തിൽപ്പെടുത്തും. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലമാണിത്. ഇവിടെ നിങ്ങൾക്ക് നിസ്കരിക്കാനും ഏത് മതസ്ഥർക്കും റെസ്റ്റ് എടുക്കാനും കൈകാലുകൾ കഴുകാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട്. ഇവിടെ ആർക്ക് വേണേലും ഇരുന്ന് എത്ര നേരം വേണേലും സംസാരിച്ച് റെസ്റ്റ് എടുക്കാനും ഒക്കെ സൗകര്യമുണ്ട്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് വേറൊരു റെസ്റ്റ് ഏരിയയിലാണ്. അവിടുത്തെ കച്ചവടമാണ് ഈ കാണുന്നത്. എല്ലാ ആളുകൾക്കും ഇവിടെയും റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഈ നാട്ടിലെ വിഭവങ്ങൾ ആസ്വദിക്കാനുള്ള അവസരവുമുണ്ട്. ഇവിടെ ബാത്റൂം സൗകര്യവും എല്ലാ സൗകര്യവും എല്ലാ റെസ്റ്റ് റൂമിലും ഉണ്ട്. യഥേഷ്ടം നിങ്ങൾക്ക് ഇവിടെ സമയം ചെലവഴിക്കാൻ പറ്റും. യാത്രൻ്റെ ഒരു
യാത്ര യഥാർത്ഥത്തിൽ ആസ്വദിക്കാൻ കഴിയുക ഇത്തരത്തിലുള്ള സ്ഥലങ്ങളാണ്. ഞാൻ തിരിച്ച് എൻ്റെ വാഹനത്തിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. അതാ വരുന്നു എൻ്റെ മക്കളും. അവർ ഓടുകയാണ്, റെസ്റ്റ് റൂമിലേക്ക് പോവുകയാണ്. നമ്മളെ യാത്ര വീണ്ടും തുടരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പപ്പടം, ഇത് പണ്ട് കാലത്ത് കേരളത്തിലുണ്ടായിരുന്നു, ഇപ്പം കേരളത്തിൽ കാണാൻ ഇല്ല. നല്ല രസമുള്ള ഒരു പപ്പടമാണ്. ഇതിനെപ്പറ്റി അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. നമ്മൾ യാത്ര തുടരുകയാണ്. ഒരുപാട് ദൂരം ഇനിയും യാത്ര ചെയ്ത് പോകേണ്ടതുണ്ട്. ഇതാണ്, ഇങ്ങനെയായിരിക്കണം ഒരു ഹൈവേ എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.